ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ വന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവർക്ക് ഓട്ടോമാറ്റിക്കായി അവരുടെ മൊബൈലിൽ ഒരു വാൾപേപ്പർ എല്ലാം സെറ്റായിരുന്നു. എന്നാൽ ഇതിന് ശേഷം ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എന്നെ അറിയിച്ചത്. അപ്പോൾ എങ്ങനെയാണ് വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യുക എന്നെല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ സെറ്റിങ്സ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നാൽ അതിലൊന്നും തന്നെ ഇത്തരത്തിൽ അവരുടെ വാൾപേപ്പർ ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിനൊരു ഡൗട്ട്, ഇത് ഫോൺ ഹാക്ക് ആയതാണോ അല്ലെങ്കിൽ മാൾവെയർ അറ്റാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെയെല്ലാം വരുന്നത് എന്നെല്ലാം ചോദിച്ച് എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം അയച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ക്രീൻഷോട്ട് എല്ലാം അയച്ചപ്പോഴാണ് അതിൽ ബജാജ് ഫിനാൻസ് എന്നെല്ലാം ഒരു വാൾപേപ്പർ എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത് എന്നെല്ലാം നോക്കാം. അപ്പോൾ ഇവർ ഈ ഒരു ഫോൺ എല്ലാം പർച്ചേസ് ചെയ്തിരുന്നത് ഇത് ബജാജ് ഫിനാൻസിൻ്റെ ഒരു ഫൈനാൻസ് എല്ലാം യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവർ ഈ ഒരു EMI എല്ലാം യൂസ് ചെയ്ത് ഇത് പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ EMI പെൻഡിങ് എല്ലാം വന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ EMI വഴിയെല്ലാം ഫോണെല്ലാം വാങ്ങുകയാണെങ്കിൽ ഇത്തരത്തിൽ EMI എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവരുടെ ഒരു ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പേയ്മെന്റ് എല്ലാം ഡ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റിമൈൻഡർ എല്ലാം എന്ന രീതിയിൽ ഈ വാൾപേപ്പർ എല്ലാം ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് പേയ്മെന്റ് ഡ്യൂ എന്നെല്ലാമാണ്. അതുപോലെ ബജാജ് ഫിനാൻസ് കോർപ്പ് എന്നെല്ലാം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വാൾപേപ്പർ ഒന്നും ചേഞ്ച് ചെയ്യാനും സാധിക്കില്ല. അതുമാത്രമല്ല, അവർക്ക് നമ്മൾ ഈ ഒരു പേയ്മെന്റ് ഒന്നും കറക്റ്റായി കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഫോൺ എല്ലാം ലോക്ക് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാത്ത രീതിയിൽ ഫോൺ എല്ലാം ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ തലവേദനയാകും. അതിനാൽ തന്നെ നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഡ്യൂ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കറക്റ്റ് സമയത്ത് EMI എല്ലാം പേ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ വന്നിരുന്നത്. പലർക്കും ഈ ഒരു കാര്യം അറിയില്ല. പലരും ഇതുപോലെ EMI വഴിയെല്ലാം ഫോണെല്ലാം വാങ്ങും. എന്നാൽ ഇത് കറക്റ്റായി പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു കോൺസിക്വൻസസ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് ഇത് കറക്റ്റായി പേയ്മെൻ്റ് എല്ലാം ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഫോർഡ് സ്റ്റോപ്പ് ചെയ്യാനൊന്നും തന്നെ ഇതിൽ ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ ഈ ഒരു വാൾപേപ്പർ എല്ലാം ഇനി ചേഞ്ച് ആകണമെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ പെൻഡിങ് പൈസയെല്ലാം, അതായത് നമ്മുടെ EMI എത്രയാണോ ഡ്യൂ ഉള്ളത് അതെല്ലാം പേയ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്